നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൽ നിർണായകമായ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞുപോയത്. ഈ മാസം 9-ാം തീയതിയായിരുന്നു കേരളത്തിൽ പോളിംഗ് നടന്നത്. പോളിംഗുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പോളിംഗിന് തൊട്ടു പിന്നാലെ 3 മുന്നണികളും ശുഭപ്രതീക്ഷ പങ്കുവച്ചിരുന്നു. അവർ അവകാശവാദങ്ങളൊക്കെ നടത്തിയിരുന്നതാണ്. LDF കണക്കുകൾ അപഗ്രഥിച്ചുകൊണ്ട് പറഞ്ഞത് 3-ാം പിണറായി വിജയൻ സർക്കാർ അത് കൃത്യമായി വരും എന്നാണ്, അത് ഉറപ്പായും വരും എന്നാണ് അവർ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചില വിലയിരുത്തലുകളൊക്കെ അവർ നടത്തിയിരുന്നു. സീറ്റുകളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം. 90 സീറ്റുകൾ എന്നുള്ളത് ഒരുപക്ഷെ കുറഞ്ഞു എന്ന് വരാം. പക്ഷേ ഭരണം, അത് കേവല ഭൂരിപക്ഷം അത് LDFന് മാത്രമായിരിക്കും. LDF സ്ഥാനാർത്ഥികളെ അങ്ങനെ അങ്ങ് UDFന് തോൽപ്പിച്ച് കളയാൻ പറ്റില്ല എന്ന വിലയിരുത്തലാണ് LDF നടത്തിയത്. 3-ാം പിണറായി സർക്കാർ വരുമ്പോൾ നടത്തുന്ന ആഘോഷങ്ങൾ, ആ ആഘോഷങ്ങളിൽ കേൾപ്പിക്കാനായിട്ടുള്ള ഗാനങ്ങൾ വരെ LDF തയ്യാറാക്കി കഴിഞ്ഞു എന്ന സൂചന വരുന്നുണ്ട്. അത്തരത്തിലുള്ള ഗാനങ്ങൾ സമൂഹ മാധ്യമങ്ങളിലെല്ലാം ഇപ്പോൾ വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് തന്നെ UDF പറഞ്ഞിരുന്നത് കടുത്ത ഭരണവിരുദ്ധ വികാരം അത് കേരളത്തിലുണ്ടെന്നും ആ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ വ്യക്തമായ സൂചന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കിട്ടിയെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFന് അനുകൂലമായ ഒരു കാലാവസ്ഥ എല്ലാ കാലങ്ങളിലും രൂപപ്പെട്ടിരുന്നുവെങ്കിലും ഇപ്പോഴത് UDFന് അനുകൂലമായി മാറി. ഗ്രാമപഞ്ചായത്ത് തലത്തിലായാലും ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, അതുപോലെ തന്നെ കോർപ്പറേഷനുകൾ, ഇതെല്ലാം പരിഗണിച്ചാലും UDFന് വ്യക്തമായ മുൻതൂക്കമുണ്ട്. LDF ഇവിടങ്ങളിലെല്ലാം തകർന്നടിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ അത് ശക്തമായ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ സൂചനയാണ് എന്ന് കോൺഗ്രസ് വിലയിരുത്തുന്നുണ്ട്. അതിന് തൊട്ട് മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 18 സീറ്റുകളും UDF നേടിയിരുന്നു. LDFന് 1 സീറ്റ് മാത്രമാണ് ലഭിച്ചത്. LDFനും BJPക്കും ഓരോ സീറ്റ് മാത്രമാണ് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ അന്ന് തന്നെ UDF ഭരണവിരുദ്ധ വികാരം എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ LDF അതിനെ തള്ളുകയായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പാറ്റേൺ ആവില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടക്കുക, തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതായിരിക്കില്ല നടക്കുക, ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നാണ് അന്ന് LDF പറഞ്ഞിരുന്നത്. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷവും ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് സമ്മതിക്കാൻ LDF തയ്യാറായിരുന്നില്ല. ശബരിമല അടക്കമുള്ള വിഷയങ്ങൾ, ആ വിഷയങ്ങളെ തെറ്റായി കോൺഗ്രസ് അടക്കമുള്ള BJP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ വ്യാഖ്യാനിക്കുകയും അത് സർക്കാരിനെതിരെ തിരിക്കുകയും ഒക്കെ ചെയ്തതുകൊണ്ടാണ് ഇത്തരത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് തിരിച്ചടിയേറ്റത്. പക്ഷേ അത് ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ തങ്ങൾക്ക് കഴിഞ്ഞുവെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ പാറ്റേൺ ആവർത്തിക്കില്ല എന്നുമാണ് LDF പറഞ്ഞിരുന്നത്. പക്ഷേ 100% വിജയപ്രതീക്ഷ അല്ലെങ്കിൽ ഭരണമാറ്റം, ശക്തമായ ഭരണവിരുദ്ധ വികാരത്തിൽ മന്ത്രിമാർ കൂട്ടത്തോടെ തോറ്റുപോകുമെന്നും UDF MLAമാർ ജയിച്ചു വരുമെന്നും UDF 100-ലധികം സീറ്റുകൾ നേടി സംസ്ഥാനത്ത് ഭരണം തിരിച്ചു പിടിക്കുമെന്നുമാണ് UDF അന്ന് വലിയ രീതിയിലുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഒരു വെല്ലുവിളി പോലും നടത്തി. അതായത് ഈ 100 സീറ്റോടുകൂടി UDF അധികാരത്തിൽ വന്നില്ല എങ്കിൽ താൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന ആത്മവിശ്വാസത്തോടുകൂടി അദ്ദേഹം പറയുന്നത് നമ്മൾ കണ്ടു. പക്ഷേ സമുദായ സംഘടനകളെ ഒപ്പം കൂട്ടി തെരഞ്ഞെടുപ്പിൽ വിജയിക്കാമെന്ന തന്ത്രം LDF പയറ്റുന്നതാണ് പിന്നീട് നമ്മൾ കണ്ടത്. SNDPയും NSSും എല്ലാം LDFനൊപ്പം വളരെ വ്യക്തമായി പ്രകടമായി തന്നെ നിൽക്കുന്നത് നമ്മൾ കണ്ടു. ഇതെല്ലാം UDFന് പ്രതികൂലമാകുമോ എന്ന ചിന്ത ഉടലെടുത്തു. അതിനുശേഷം തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ ആരംഭിച്ചതോടുകൂടിയാണ് ഈ പ്രീപോൾ സർവേകളുടെ ഒരു സ്പേസ് വരുന്നത്. പ്രീപോൾ സർവേകൾ പലത് നടന്നു. ഈ പ്രീപോൾ സർവേകളിൽ ഭൂരിഭാഗവും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് പ്രവചിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടം പ്രവചിച്ചിട്ടുള്ള പ്രീപോൾ സർവേകളെല്ലാം LDFന് നേരിയ മുൻതൂക്കമുണ്ട് എന്നും പറയുന്നുണ്ട്. അതായത് ആര് ജയിച്ചാലും വലിയ ഭൂരിപക്ഷമൊന്നും ഉണ്ടാവില്ല, കേവല ഭൂരിപക്ഷത്തോട് അടുത്ത സീറ്റുകൾ ലഭിച്ചേക്കാം. അങ്ങനെ LDFനാണ് മുൻതൂക്കം. ഒരുപക്ഷെ UDF അധികാരത്തിൽ വരാനുമുള്ള സാധ്യതയുണ്ട്. ഇല്ല എങ്കിൽ ഒരു തൂക്ക് മന്ത്രിസഭ പോലും വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി ഈ സർവേകൾ വിലയിരുത്തിയത് BJPയുടെ ഒരു മുന്നേറ്റമാണ്. BJPക്ക് സീറ്റുകളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും BJPയുടെ വോട്ട് നില അത് ഓരോ മണ്ഡലങ്ങളിലും പരമ്പരാഗതമായി 2000, 3000, 5000 വോട്ടുകളായിരുന്നത് ഇപ്പോൾ 20,000-ഓ 30,000-ഓ 40,000-നോ മുകളിൽ BJPക്ക് വോട്ടുകളുള്ള ധാരാളം മണ്ഡലങ്ങളുണ്ട്. അവിടെ ആര് ജയിക്കുമെന്നുള്ളത് സംബന്ധിച്ച ഒരു അനിശ്ചിതത്വം ഇപ്പോഴും തുടരുകയാണ്. അതുകൊണ്ടാണ് ഈ സർവേകളെല്ലാം ഈ ഇഞ്ചോടിഞ്ച് പോരാട്ടം, തൂക്ക് സഭ ഇതൊക്കെ പ്രവചിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷവും സ്ഥിതി കേരളത്തിൽ പ്രവചനാതീതമായി തുടരുകയാണ്. പക്ഷേ കേരളത്തിൽ നടത്തപ്പെട്ടിട്ടുള്ള ചില എക്സിറ്റ് പോളുകളുടെ ഫലങ്ങൾ അത് പുറത്തായെന്നും ആ ഫലങ്ങൾ അല്ലെങ്കിൽ ലീക്കായ ആ ഫലങ്ങൾ
താരങ്ങൾ പറയുന്നത് UDFിൻ്റെ ഒരു തേരോട്ടമാണ് എന്നുമാണ്. അങ്ങനെയാണ് കോൺഗ്രസിനകത്ത് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിക്കുന്നത്. ഒന്നിലധികം മുഖ്യമന്ത്രി മോഹികൾ ഈ UDFിനകത്ത് കോൺഗ്രസിനകത്തുണ്ട് എന്ന് നമുക്കറിയാം. ഒന്ന്, തീർച്ചയായും പ്രതിപക്ഷ നേതാവ് VD സതീശൻ, അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം കഴിഞ്ഞ 5 വർഷവും താനാണ് ഈ മുന്നണിയെ നയിച്ചത് എന്ന് അദ്ദേഹത്തിന് പറയാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യം രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തല വളരെ സീനിയർ ആയിട്ടുള്ള നേതാവാണ്. എങ്ങനെയാണ് രമേശ് ചെന്നിത്തല MLA ആയിരിക്കുമ്പോൾ VD സതീശന് മുഖ്യമന്ത്രിയാകാൻ കഴിയുക? തൻ്റെ സീനിയോറിറ്റി എങ്ങനെ നേതൃത്വത്തിന് മറികടക്കാൻ കഴിയുമെന്ന ചോദ്യമാണ് രമേശ് ചെന്നിത്തല ഉന്നയിക്കുന്നത്. താനാണെങ്കിൽ വലിയ പാർട്ടിയിൽ അങ്ങനെ വലിയ ചുമതല, എടുത്തു പറയത്തക്ക ചുമതലയൊന്നും ഇല്ലാതെ കഴിഞ്ഞ കുറേ നാളുകളായി പാർട്ടിയിൽ ജോലി ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ UDF വിജയിച്ചാൽ തീർച്ചയായും മുഖ്യമന്ത്രി സ്ഥാനത്തിനുള്ള അർഹത, അതിൻ്റെ സീനിയോറിറ്റി, അല്ലെങ്കിൽ ഈ മറ്റ് സംഘടനകളുടെയൊക്കെ പിന്തുണ, ഇതെല്ലാം തനിക്കാണ് എന്ന് രമേശ് ചെന്നിത്തല അവകാശപ്പെടുന്നുണ്ട്. ഇങ്ങനെ ഈ തർക്കം മൂത്തു കഴിഞ്ഞാൽ ആരാകും ഒരു സമവായ സ്ഥാനാർത്ഥി എന്നതിനെ ചൊല്ലിയും ഇപ്പോൾ വ്യക്തമായ ഒരു തർക്കം നടക്കുന്നുണ്ട്. അത് KC വേണുഗോപാലാണ്. KC വേണുഗോപാൽ മത്സരിച്ചിട്ടില്ല, അദ്ദേഹം MLA അല്ല. എങ്കിൽ കൂടി KC വേണുഗോപാൽ ഒരു സമവായ സ്ഥാനാർത്ഥിയാകാനുള്ള എല്ലാ സാധ്യതയും ഇവരെല്ലാം, അതായത് രമേശ് ചെന്നിത്തലയും VD സതീശനും മുന്നിൽ കാണുന്നുണ്ട്. അതിനെയും അവർ പ്രതിരോധിക്കുന്നുണ്ട്. കാരണം KC വേണുഗോപാലിന് ഇപ്പോഴത്തെ കോൺഗ്രസ് ഹൈക്കമാൻഡുമായി വളരെ അടുത്ത ബന്ധമാണുള്ളത്. കോൺഗ്രസ് ഹൈക്കമാൻഡിൽ സോണിയാഗാന്ധി ഇപ്പോൾ രോഗബാധിതയാണ്. അതുകൊണ്ട് തന്നെ സോണിയാഗാന്ധി അല്പം രാഷ്ട്രീയത്തിൽ നിന്ന് പിൻവലിഞ്ഞു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ തലപ്പത്തെ കാര്യങ്ങളെല്ലാം ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും കയ്യിലാണ്. ഇവർ രണ്ടുപേരും ഈ KC വേണുഗോപാലിനെ വളരെ അടുത്ത ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് KC വേണുഗോപാൽ വന്നുകൂടായികയില്ല എന്ന സാഹചര്യമുണ്ട്. ഈ 3 നേതാക്കളും വളരെ ശക്തമായ പ്രചരണം റീലുകളുടെയും അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലൂടെയും ഒക്കെ തങ്ങൾക്ക് വലിയ പിന്തുണയുണ്ട് എന്ന് കാണിക്കാനുള്ള PR വർക്ക് നടത്തുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ 3 പേർക്കിടയിലും മറ്റൊരു പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി കോൺഗ്രസിലുണ്ട്. അത് മറ്റാരുമല്ല, മുൻ KPCC അധ്യക്ഷൻ K സുധാകരനാണ്. K സുധാകരൻ പറയുന്നത് തനിക്ക് മുഖ്യമന്ത്രിയാകാനുള്ള എല്ലാ യോഗ്യതയുമുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും വെട്ടി നീക്കാനായിട്ടാണ് തന്നെ ഈ ഒരു കാരണവുമില്ലാതെ KPCC അധ്യക്ഷൻ എന്ന സ്ഥാനത്ത് നിന്ന് മാറ്റിയത്. അതുകൊണ്ട് താൻ ഒരിക്കലും ആ സ്ഥാനം വിട്ടുതരില്ല, ആ സ്ഥാനത്തേക്ക് കൃത്യമായി തന്നെ ഞാൻ ഉണ്ടാകും എന്ന് MP ആയിരുന്നിട്ട് കൂടി MLA തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി അദ്ദേഹം ഒരുങ്ങിയതാണ്. സീറ്റ് നിഷേധിച്ചിട്ട് കൂടി അദ്ദേഹം വലിയ പ്രതിഷേധം കാണിച്ചു. പാർട്ടി വിട്ടു പോകുമെന്ന് വരെ ഒരു ഘട്ടത്തിൽ പറഞ്ഞു. പുതിയ പാർട്ടി രൂപീകരിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഇതെല്ലാം വലിയ രീതിയിൽ ചർച്ചാ വിഷയമായെങ്കിലും ഹൈക്കമാൻഡ് അല്ലെങ്കിൽ ദില്ലിയിൽ വെച്ച് എന്തോ ഒരു ഒത്തുതീർപ്പ് ഫോർമുല ഉണ്ടാവുകയും ആ ഫോർമുലയുടെ അടിസ്ഥാനത്തിൽ K സുധാകരൻ നിശബ്ദനായി കേരളത്തിലേക്ക് വരികയും പിന്നീട് പാർട്ടിക്ക് വിധേയനായി പ്രവർത്തിക്കുകയും ഒക്കെയാണ് ചെയ്തത്. എന്തായാലും ആ ഒരു ഫോർമുല, K സുധാകരനെ മയപ്പെടുത്താനായി ദില്ലിയിൽ എന്ത് ഫോർമുലയാണ് ഉണ്ടായത് എന്നത് വളരെ പ്രധാനമാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുമ്പോൾ. ഇനി ഘടകകക്ഷികളുടെ പിന്തുണ, പ്രത്യേകിച്ചും ലീഗിൻ്റെ പിന്തുണ, ഇതെല്ലാം ഉറപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഈ നേതാക്കന്മാരെല്ലാം നടത്തുകയാണ്. കാരണം പ്രത്യേകിച്ചും ലീഗിൻ്റെ ഒരു യോഗത്തിൽ VD സതീശന് അനുകൂലമായ ഒരു വികാരം ഉണ്ടായിട്ടുണ്ട് എന്ന വാർത്ത നേരത്തെ പരന്നിരുന്നു. ഇതിൽ കോൺഗ്രസിലെ പല നേതാക്കന്മാരും അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്. ലീഗ് ഒരു മുന്നണി മര്യാദ പാലിക്കാതെ ഇങ്ങനെ കോൺഗ്രസിനകത്തെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നു എന്ന ഒരു വിമർശനവും ഇപ്പോൾ വരുന്നുണ്ട്. എന്തായാലും ഈ നേതാക്കളെല്ലാം ഇപ്പോൾ പ്രധാനപ്പെട്ട റീലുകൾ ഉണ്ടാക്കുന്നു, സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള ചരടുവലികൾ നടത്തുന്നു, ഘടകകക്ഷികളുടെ പിന്തുണ ഉറപ്പിക്കുന്നു. ഇതിനുമപ്പുറം കർണാടകയിലെ രാഷ്ട്രീയത്തെയാണ് ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഉറ്റുനോക്കുന്നത് എന്നാണ് സൂചന. 2023 കർണാടകയിൽ സംഭവിച്ചത് എന്താണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കർണാടക തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്, കർണാടക തെരഞ്ഞെടുപ്പിനെ ലീഡ് ചെയ്തത്, അവിടെ ഉണ്ടായിരുന്ന BJP സർക്കാരിനെ അട്ടിമറിച്ച് വലിയ വിജയം നേടിയതിൽ ഒക്കെ അന്നത്തെ KPCC പ്രസിഡന്റ് DK ശിവകുമാറിന് വലിയൊരു പങ്കുണ്ട്. DK ശിവകുമാർ മുഖ്യമന്ത്രിയാകണം എന്ന് തന്നെയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെയും ആഗ്രഹം. പക്ഷേ അന്ന് മുഖ്യമന്ത്രി സ്ഥാനം നേടിയെടുത്തത് സിദ്ധരാമയ്യയാണ്. സിദ്ധരാമയ്യ ഈ DK ശിവകുമാർ വലിയ ബഹളമൊക്കെ കാണിക്കുമ്പോഴും സിദ്ധരാമയ്യ വളരെ രഹസ്യമായി MLA-മാരുടെ പിന്തുണ ഉറപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിന് ശേഷം DK ശിവകുമാറിനെ അവരോധിക്കാനൊരുങ്ങിയ ഹൈക്കമാൻഡിന് മുന്നിൽ നോക്കൂ, ഈ MLA-മാരുടെ പിന്തുണ മുഴുവൻ എനിക്കാണ്, ഞാനാണ് സീനിയർ നേതാവ്, എനിക്ക് മുഖ്യമന്ത്രി പദം വേണം എന്ന് ശക്തമായി വാദിക്കുവാൻ സിദ്ധരാമയ്യയ്ക്ക് സാധിച്ചു. അതുകൊണ്ട് തന്നെ കേരളത്തിലെ നേതാക്കൾ ഇപ്പോൾ ഈ കർണാടക മോഡൽ പരിഗണിക്കുകയാണ്. എത്രമാത്രം ഹൈക്കമാൻഡിൽ സ്വാധീനമുണ്ട്
എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. കേരളത്തിലെ MLA-മാരുടെ പിന്തുണ എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ഉറപ്പാക്കാൻ കഴിയും എന്നതിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അക്കാര്യങ്ങൾ അല്ലെങ്കിൽ MLA-മാരുടെ പിന്തുണ ഉറപ്പിക്കുക എന്ന ഒരു രീതിയിലേക്ക് കേരളത്തിലെ കോൺഗ്രസിൻ്റെ അകത്തെ മുഖ്യമന്ത്രി സ്ഥാനമോഹികൾ ഇപ്പോൾ കടന്നിരിക്കുന്നു എന്നാണ് ലഭിക്കുന്ന സൂചന.